ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി യൂസ്ഫുള്ളായ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒരു പീസ് ന്യൂസ് പേപ്പർ കൊണ്ട് എത്ര അഴുക്ക് പിടിച്ച മിക്സിയും പളപളാന്ന് പുതുപുത്തനാക്കി എടുക്കാൻ സാധിക്കും. ആ ഒരു ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയമൊട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ജീൻസൊക്കെ ഇടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജീൻസൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അളവിനുള്ള ജീൻസൊക്കെ കിട്ടും. ചില സമയത്ത് കുറച്ച് ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലൂസായിരിക്കും. ജീൻസിൻ്റെ അരവണ്ണം ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് സ്റ്റിച്ചൊക്കെ ചെയ്ത് ഫിറ്റാക്കി എടുക്കാൻ സാധിക്കും. എന്നാൽ അത് കുറച്ച് ടൈറ്റായിട്ടിരുന്നാലോ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യാറില്ല, അലമാരയിൽ എവിടെയെങ്കിലും മടക്കി വയ്ക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ അത്തരം ജീൻസൊക്കെ ഇടുമ്പോൾ വയറ് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയാറില്ലേ? അപ്പോൾ നമ്മൾ അതെന്താ ചെയ്യുക? അത് വലിച്ചെറിഞ്ഞു കളയും. ഇനി അതൊന്നും വേണ്ട കേട്ടോ. ടൈറ്റായി മാറ്റി വെച്ചേക്കുന്ന ജീൻസ് ഉണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് വാ. ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കി. എത്ര ടൈറ്റായ ജീൻസ് ആയാലും അത് നമുക്ക് പാകത്തിനാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് മാത്രം മതി. ഞാനിവിടെ നല്ല കട്ടിയുള്ള ഒരു റബ്ബർ ബാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ജീൻസിൻ്റെ ബട്ടൺ ഹോളിലൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ബട്ടൺ ഹോളിൻ്റെ ഒരറ്റത്തൂടെ കയറ്റിയതിന് ശേഷം മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ അത് നല്ല ലോക്കായിട്ടിരിക്കുന്നത് കണ്ടോ? റബ്ബർ ബാൻഡിൻ്റെ വിടവിനുള്ളിലേക്ക് ബട്ടൺ ഇട്ടതിന് ശേഷം സിപ്പ് ഒന്ന് വലിച്ചിട്ടാൽ മതി. എത്ര ടൈറ്റായ ജീൻസ് ആയാലും ഇനി ഫിറ്റായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ റബ്ബർ ബാൻഡ് പെട്ടെന്ന് പൊട്ടിപ്പോകും എന്ന് പേടിയുള്ളവരാണെങ്കിൽ 2-3 റബ്ബർ ബാൻഡ് ഒന്നിച്ച് ചേർത്ത് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി. ജീൻസ് ഇടുന്ന ആർക്കെങ്കിലും ഈ ടിപ്പ് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്തതായി വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പറയുന്നത്. എത്ര ടൈറ്റായിട്ട് അടച്ചു വെച്ചാലും ചിലപ്പോൾ നമ്മുടെ പഞ്ചസാര പാത്രത്തിനുള്ളിലേക്ക് കുഞ്ഞു കുഞ്ഞു പൊടിയുറുമ്പുകൾ കയറി വരാറില്ലേ? അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൂത്രം ചെയ്താൽ മതി. ഒരു കഷ്ണം കറുവപ്പട്ട പഞ്ചസാര പാത്രത്തിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി പാത്രം തുറന്നു വെച്ചാൽ പോലും ഒരൊറ്റ ഉറുമ്പ് പോലും പാത്രത്തിനുള്ളിലേക്ക് വരില്ല. പിന്നെ കറുവപ്പട്ടയ്ക്ക് പകരമായിട്ട് ഗ്രാമ്പൂവും എടുക്കാട്ടോ. പക്ഷെ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ല് ചിലർക്കൊന്നും ഇഷ്ടാവില്ല. പഞ്ചസാര പാത്രത്തിനുള്ളിൽ ഉറുമ്പ് വരാതിരിക്കാനുള്ള ഈ ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ജലദോഷം, മൂക്കടപ്പ് എന്നിങ്ങനെ അസുഖങ്ങളുള്ള സമയത്ത് പെട്ടെന്നൊരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് വിക്സ് ഇൻഹേലർ. വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഈ സാധനം പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് മാത്രമാണ് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കാറേ ഇല്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് വിക്സ്. വിക്സ് വീട്ടിലുണ്ടെങ്കിൽ ഇനി ഇൻഹേലർ വാങ്ങിച്ച് ആരും പൈസ വെറുതെ കളയണ്ട കേട്ടോ. ഒരു പീസ് കോട്ടണിൽ വിക്സ് പുരട്ടിയിട്ടാണ് ഇൻഹേലറിനുള്ളിൽ നിറച്ച് വെച്ചേക്കുന്നത്. അതാണ് നമ്മൾ ഈ അന്യായ വില കൊടുത്ത് വാങ്ങുന്നത്. വിക്സ് വീട്ടിലുണ്ടെങ്കിൽ വിക്സ് ഇൻഹേലർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ഇൻഹേലർ ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു വിക്സ് ഇൻഹേലർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അത് കുട്ടികളും നമ്മൾ മുതിർന്നവരും എല്ലാവരും തന്നെ മാറി മാറി യൂസ് ചെയ്യാറില്ലേ? അത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. മുതിർന്നവർക്ക് എന്തെങ്കിലും ശ്വാസകോശ രോഗങ്ങളുണ്ടെങ്കിൽ അത് കുട്ടികളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ തീർത്തും ഒഴിവാക്കണം. ഒരു നുള്ളു വിക്സ് മാത്രം മതി നമ്മുടെ ഇൻഹേലർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല ഇത് ഉപയോഗത്തിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുകയും ചെയ്യാം. അപ്പോൾ ഇൻഹേലർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ന്യൂസ് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം വിക്സ് എടുത്ത് പേപ്പറിനുള്ളിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. വിക്സ് പുരട്ടിയതിന് ശേഷം പേപ്പർ ഒന്ന് ചുരുട്ടിയെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്പോസിബിൾ വിക്സ് ഇൻഹേലർ റെഡി ആയിട്ടോ. ഇനി ജലദോഷമോ മൂക്കടപ്പോ ഒക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്നുണ്ടാക്കി മൂക്കിലേക്ക് വലിച്ചാൽ മതി. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന വിക്സ് ഇൻഹേലറിൻ്റെ അതേ ഗുണങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിനുള്ളതും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി കൊടുത്താൽ നമ്മുടെ പേപ്പർ അഴിഞ്ഞു പോവാതിരുന്നോളും. ഈ കുഞ്ഞു ടിപ്പ് ആർക്കെങ്കിലും യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അടുത്തായി പറയുന്നത്. ഒരു കഷ്ണം ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ എത്ര അഴുക്ക് പിടിച്ച പഴക്കം ചെന്ന മിക്സിയും പുതുപുത്തനാക്കി എടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ടിപ്പ് ചെയ്താൽ നമ്മുടെ മിക്സി എത്ര വർഷം കഴിഞ്ഞാലും കേടാവില്ല. മാത്രമല്ല നല്ല പുതുപുത്തനായിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ഈ കിടിലൻ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം.
മുറിച്ചെടുത്ത ന്യൂസ് പേപ്പർ പീസ് എല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം ടൂത്ത് പേസ്റ്റ് വേണം. ഒരു നുള്ളു പേസ്റ്റ് മാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ടിപ്പിനായിട്ട് അത്രയും പേസ്റ്റ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും പേസ്റ്റും കൂടി കൈകൊണ്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മുടെ പേപ്പർ പീസിലേക്ക് പുരട്ടി കൊടുക്കാം. ഇതിൽ നിന്നും ഒരു പീസ് പേപ്പർ എടുത്ത് നമ്മുടെ അഴുക്ക് പിടിച്ച മിക്സി തുടച്ച് വൃത്തിയാക്കി എടുക്കാം. കണ്ടോ, ഒന്ന് തൊട്ടപ്പോൾ തന്നെ അഴുക്കെല്ലാം പോയി നല്ല പളപളാന്ന് മിന്നുന്നത്. നനഞ്ഞ പേപ്പർ കൊണ്ട് അതിൻ്റെ ഉൾഭാഗവും ആ വിടവും ഒക്കെ നമുക്ക് നന്നായിട്ട് തന്നെ തുടച്ച് ക്ലീനാക്കി എടുക്കാൻ പറ്റും. പിന്നെ മിക്സി മാത്രമല്ല കേട്ടോ, ഈ പേപ്പർ കൊണ്ട് നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി, അലമാരിയുടെ കണ്ണാടി, അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ, നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, ഇതൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ സാധിക്കും. പേപ്പർ കൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഉണങ്ങിയ തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. 20 വർഷം പഴക്കമുള്ളതാണ് എൻ്റെ മിക്സി. ഇതുവരെ കേടായിട്ടില്ല. മാത്രമല്ല ഇപ്പോഴും നല്ല പുതുപുത്തനായിട്ട് തന്നെയാണ് ഇരിക്കുന്നതും. വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്